ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 104ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത് തേങ്ങ ചേർക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പീസാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു മോരുകറിയാണ്. ഇതിൽ തേങ്ങ ചേർക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മോരുകറിയാണ്. പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് മഷ്റൂമും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ മെഴുക്കുവരട്ടി. പിന്നെ കുറച്ച് കൊണ്ടാട്ടും സാലഡും പിക്കിളൊക്കെ വെച്ച് നമ്മുടെ മെനു റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ കൊണ്ടുള്ള മോരുകറി ഉണ്ടാക്കാം. ഇതിനായിട്ട് പൈനാപ്പിളും പച്ചമുളകും അത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പൈനാപ്പിൾ നന്നായി വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് നല്ലോണം അടിച്ചെടുത്ത തൈരാണ്. അതിനൊപ്പം കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തൈരൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തൈരൊന്ന് ചെറുതായിട്ട് ചൂടാവുന്നവരെ അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ തൈര് ചൂടായി കഴിഞ്ഞു. ഇത് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടേ വേണ്ടുള്ളൂ. അപ്പോൾ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, ജീരകം, മുളക്, കരിവേപ്പില ഇത്രയും നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ മോരുകറി ഈസി ഡൺ. അടുത്ത ഇനി മഷ്റൂമും പൊട്ടറ്റോയും കൂടിയുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചോക്കെ വറുത്തെടുക്കുക. അത് വറുത്ത് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവിച്ചത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഷ്റൂമും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആകെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മഷ്റൂമും ഉരുളക്കിഴങ്ങും നന്നായി മുരിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം മുരിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊട്ടറ്റോയും മഷ്റൂമും ഒക്കെ നന്നായി മുരിയണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മെഴുക്കുവരട്ടി തനിയെ റെഡി ആയിക്കോളും. ഇപ്പോൾ കണ്ടോ, മഷ്റൂമും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ട് നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാണ്. അപ്പോൾ ഈ രണ്ട് സൂപ്പർ സിമ്പിൾ റെസിപ്പീസ് തിരക്കുള്ള ദിവസം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ മെനുവുമായി കാണുന്നവരെ ബൈ.